അങ്ങനെ നമ്മൾ സിംഗപ്പൂരിലെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് നേരെ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിലേക്കാണ്. ഇന്നത്തെ നമ്മളുടെ പ്ലാൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സ്റ്റുഡിയോസും ഒരു സീ അക്വേറിയം കൂടി കാണാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഇന്നത്തെ യാത്ര. പോകുന്ന പാതകളെല്ലാം വളരെ വൃത്തിയുള്ളതും നന്നായി പരിപാലിച്ചുകൊണ്ടും മുന്നോട്ട് നീങ്ങുന്ന പാതകളാണ്. നമുക്ക് നേരെ കാണാം സെൻറ്റോസ എന്ന് പറഞ്ഞിട്ട് എഴുതി വച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ പോയതാണ് സെൻറ്റോസ ഐലൻഡ്. ഇന്ന് നമ്മളുടെ യാത്ര ആദ്യം പോകുന്നത് യൂണിവേഴ്സൽ സ്റ്റുഡിയോസിലേക്കാണ്. യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പാർക്കും ഒരു റൈഡ് എക്സ്പീരിയൻസസ് എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാനും കാര്യങ്ങളും എല്ലാം കൂടി ആയിട്ടുള്ളൊരു നമ്മൾ നമ്മുടെ നാട്ടിൽ വീഗാലാൻഡൊക്കെ പോലെയുള്ള ഒരു വലിയ റൈഡ് പാർക്കാണ് അവിടെ. പോരാത്തതിന് മൂവിയുടെ പല കാര്യങ്ങളും എല്ലാം അവിടെയുണ്ട്. അവിടേക്ക് പോകാനുള്ള വഴിയാണ് ഇത് കാണുന്നത്. ഇവിടെ തന്നെ എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാം, യൂണിവേഴ്സൽ സ്റ്റുഡിയോസും സീ അക്വേറിയവും. ഇത് രണ്ടും ഒരേ ഒരു ഏരിയൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. അവിടേക്ക് പോകാൻ നമ്മൾ ഈ എസ്കലേറ്റർ വഴി മുകളിലേക്ക് എത്തുകയാണ് വേണ്ടത്. ഇപ്പം നമ്മൾ ഏകദേശം അതിൻ്റെ മുകളിൽ എത്തിയിരിക്കുന്നു. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. സിംഗപ്പൂറിൽ മില്യൺ മൂമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു റൗണ്ടും ഇവിടെയുണ്ട്. വേൾഡ് സെൻറ്റോസ സിംഗപ്പൂർ എന്നാണ് ഈ ഒരു റൗണ്ടിൻ്റെ പേര്. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഭംഗിയിലും അതിൻ്റെ ഒരു ദൃശ്യ ചാരുതയിലും കൂടിയാണ് ഇവിടെ എല്ലാവരെയും വരവേൽക്കാൻ വേണ്ടിയിട്ട് സിംഗപ്പൂർ ഒരുക്കി വെച്ചിരിക്കുന്നത്. വളരെ പ്രസിദ്ധമായൊരു സ്ഥലം തന്നെയാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്. യൂണിവേഴ്സൽ പിക്ചേഴ്സ് നമ്മളെല്ലാവരും കേട്ടതുമാണ്. പല ഇംഗ്ലീഷ് പടങ്ങളിലും നമ്മൾ കേട്ട പരിചിതമായ ഒരു ഇതാണ് യൂണിവേഴ്സൽ പിക്ചേഴ്സ്. ഇവിടെ മിനിയൻസിൻ്റെ ചെറിയൊരു രൂപം, വളരെ ഫേമസ് ആയ കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ് മിനിയൻസ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു മിനിയൻസിൻ്റെ ഒരു പാർക്കും കൂടി അവിടെ വരുന്നുണ്ട് സെൻറ്റോസ ഐലൻഡിൽ. ഇവിടെ ഒരു ഏരിയയിൽ നോക്കുമ്പോൾ ഐസ്ക്രീമുകളെല്ലാം തലകീഴായി തൂക്കി വെച്ചിരിക്കുന്ന ഒരു കാർണിവൽ എന്ന് പറഞ്ഞ ഐസ്ക്രീം പാർലറിൻ്റെ ഒരു പരസ്യം, ഒരു പ്രത്യേക തരമായിട്ടുള്ളൊരു പരസ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ ഐസ്ക്രീംസ് എല്ലാം തൂക്കി വെച്ചിരിക്കുന്നു. ഇവിടെ കോൺ ഐസ്ക്രീമിൻ്റെ ഓരോ പില്ലർ പോലെ വെച്ചിരിക്കുന്നു. ശരിക്കും ഒരു പുതിയൊരു രീതിയിൽ ഐസ്ക്രീം പാർലറിലേക്ക് ആൾക്കാരെ വലിച്ചു കയറ്റാൻ അല്ലെങ്കിൽ അവിടേക്ക് ഒരു അട്രാക്ഷൻ വരുത്താൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം തന്നെയാണ്. സാധാരണ ഒരു ഐസ്ക്രീം പാർലർ പറഞ്ഞ് എഴുതി വെക്കുന്നതിന് പകരം ഇങ്ങനൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം. അങ്ങനെ നമ്മൾ നടന്നു പോയി ഇപ്പോൾ എത്തിയിരിക്കുന്ന യൂണിവേഴ്സൽ ഗ്ലോബിൻ്റെ അടുത്തേക്കാണ്. ഇതിങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും യൂണിവേഴ്സൽ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ മുന്നിൽ നിന്ന് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും വളരെ തിരക്കാണ് ഇപ്പോൾ. ഞാനും അതിൻ്റെ ഷോർട്സ് എല്ലാം എടുത്തു. അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. ആ നേരെ കാണുന്ന യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് എന്നുള്ളതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അതിൻ്റെ ഉള്ളിലാണ് നിരവധി കാഴ്ചകൾ നമ്മെ കാത്തിരിക്കുന്നത്. വീണ്ടും ഒന്നും കൂടി ഞാൻ യൂണിവേഴ്സൽ ഗ്ലോബിൻ്റെ അടുത്ത് നിന്ന് വീഡിയോസും മറ്റും എടുക്കുകയാണ്. നിരവധി ജനങ്ങളാണ് ഇവിടെ വരുന്നത്. ന്യൂ ഇയറിൻ്റെ ഒരു ടൈം കൂടി ആയതിനെക്കൊണ്ട് ഇവിടെ ആളുകൾ വളരെ കൂടുതലാണ്. പല നാട്ടിൽ നിന്നും വരുന്നുണ്ട്. യൂറോപ്പിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് തന്നെ ഏറ്റവും അധികം ആൾക്കാർ പോകുന്ന ഒരു വിദേശ സ്ഥലം സിംഗപ്പൂരാണോ എന്ന് പോലും തോന്നിപ്പോകും. ഇതാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ കവാടം. ഇത് കടന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് ഓൾറെഡി കയ്യിലുണ്ട്. അത് കാണിച്ച് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ എല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പുറത്തിറങ്ങിയാൽ വീണ്ടും ടിക്കറ്റ് എടുക്കണം. ഒരു വൺ ടൈം പാസ്സാണത്. ടിക്കറ്റ് കൗണ്ടറിലേക്കാണെങ്കിൽ നമ്മളെ ഇത് കാണിച്ചാൽ മതി, ടിക്കറ്റ് എൻ്റർ ചെയ്യാൻ പറ്റും. സോ ഇത് നോക്കാം. നമ്മൾ ടിക്കറ്റ് ഓൺലൈനിലുള്ള QR കോഡ് സ്കാൻ ചെയ്തു അതിന് നമ്മൾ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു. കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള കെട്ടിടങ്ങളും
അത് വളരെ നല്ല ഒരു അട്രാക്ഷൻ എന്ന രീതിയിൽ തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുമാണ്. ഒരു വലിയൊരു സ്ട്രീറ്റ്, അതിൻ്റെ സൈഡിൽ കൂടെ അതിൻ്റെ നടുവിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ്. അങ്ങനെയാണ് ഇവരിവിടെ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. രാവിലെ ആയിട്ടേ ഉള്ളൂ. ഇവിടെ ഒരു 10 മണി പല ഷോസും പല കാര്യങ്ങളും ഇതിൻ്റെ ഓരോ സമയങ്ങളും ഇതൊക്കെയായിട്ട് ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പോകുന്നുണ്ട്. പല കഫേസും ബേക്കറി അങ്ങനെ സുവനീർസ് ഷോപ്പുകൾ അത് വേറെയുണ്ട്. നല്ല ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഇവിടെ വന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നു. ശരിക്കൊരു വേറൊരു ലോകത്തെത്തിയൊരു ഫീലാണ് നമുക്ക് യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട മിനിയൻസിൻ്റെ ഒരു ചെറിയൊരു മാർട്ടാണ് ഈ കാണുന്നത്, മിനിയൻ മാർട്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് നീങ്ങുമ്പോൾ ഇതൊരു ഒരു ഷോപ്പല്ല, പല ടൈപ്പ് ഷോപ്സും പല ആൾക്കാർക്കും പലതും വാങ്ങാനും എല്ലാം ഉണ്ട്. എങ്കിലും കൂടുതൽ ഇവിടെ അട്രാക്ഷൻ കൊടുത്തിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ദൂരെ നമ്മൾ നോക്കുമ്പോൾ ഹോളിവുഡ് എന്നൊരു ബോർഡും കാണാം. അമേരിക്കയിലെ ഹോളിവുഡ് എന്ന് പറഞ്ഞ ബോർഡിന് സമാനമായൊരു ബോർഡ്. ആ നേരെ കാണുന്ന ഒക്കെ റൈഡുകളാണ്. ആൾക്കാർ അതിലെല്ലാം കയറി ഉല്ലസിക്കുന്നു. ഈ വലത്തേ ഭാഗത്തുള്ള പാതയിലൂടെ പോയി ആ ഇടത്തേ ഭാഗത്തുള്ള പാതയിലൂടെയാണ്, ഈ നേരെ കാണുന്ന പാതയിലൂടെയാണ് നമ്മൾ തിരിച്ചെത്തുന്നത്. വഴിയാണിത്. ഇതിലൂടെ നമ്മൾ വീണ്ടും ഇതെല്ലാം ഒരു ബിൽഡിങ്ങിൻ്റെ സമാനമായിട്ട് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അവിടെ കുറേ ഇതൊക്കെ ഉണ്ട് തോന്നുന്നു. മറ്റേ പല ഷോർട്ട് ടൈംസും കാണിക്കുന്നുണ്ട്. ഡ്രീം വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് കോൾസ് ടൈം ജൂബിലി. ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നതിനുണ്ട്. പലയിലുള്ള തിരക്കിലാണ്. ഇപ്പം നമ്മൾ കാണുന്നത് വിൻറ്റേജ് കാറുകളാണ്. പലരും അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു കാറിൻ്റെ മുൻഭാഗം മാറ്റിവെച്ച് എൻജിൻ്റെയും മറ്റേയും കാണിച്ചിരിക്കുന്നു. ഞാനിങ്ങനെ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൽ നടക്കുമ്പോൾ, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് തുടങ്ങിയ ഒരു വർഷം എന്ന് പറയുന്നത് 2010 അത് മാർച്ച് 18. പക്ഷെ എന്നാലും ഇവിടെ ഒരു വലിയ ഇനോഗ്രേഷനും മറ്റുമായിട്ട് ഇവിടെ ഓപ്പൺ ആയത് മെയ് 28, 2011 റെസ്റ്റോറൻറ്റ്സും അപ്പം അത്രയും, അതായത് ഒരു 10, ഞാനിവിടെ എത്തുമ്പോൾ 2025 അപ്പോൾ ഒരു 10-14 വർഷത്തോളം ആയി ഇവിടെ ഇത് ശരിക്കും ഓപ്പൺ ആയിട്ട്. ജനത്തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി ജനങ്ങളാണ് ഇവിടെ വരുന്നത്. പലരും പല റൈഡുകളും പലരിലേക്കും പോയി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നടക്കാവുന്ന ഒരു ഏരിയാസ് അവിടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. പല ബിൽഡിങ്ങും പല രീതിയിലുള്ള കാഴ്ചകളും എല്ലാം ആണ്. നേരെ കാണുന്ന ഒരു കത്തീഡ്രൽ പോലെ ഒരു ബിൽഡിങ്ങാണ്. വളരെ മനോഹരമായിട്ട് തന്നെ അത് പണിത് വെച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. പോകുന്ന പാതയാണിത്. പല പഴയ ഇംഗ്ലീഷ് പടങ്ങളുടെ എല്ലാം പോസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഒരു ത്രില്ലർ ടൈപ്പ് പടങ്ങളാണ്. സൈക്കോ ത്രില്ലർ അല്ലെങ്കിൽ സൈഫൈ എന്നൊക്കെ പറയുന്ന സയൻസ് ഫിക്ഷൻ പോലത്തെ പടങ്ങളും ത്രില്ലർ പോലത്തെ പടങ്ങളൊക്കെയാണ്. ദ ബ്രൈഡ് ഓഫ് ഫ്രാങ്കൻസ്റ്റൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പടങ്ങളുടെ പോസ്റ്ററും മറ്റും കാണാം. ദ വോൾഫ്മാൻ, ഇതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് 1954, 41. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ പടങ്ങളുടെ പോസ്റ്ററും മറ്റുമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ പാതയിലൂടെ നമ്മൾ നേരെ എത്തുന്നത് ലൈവായിട്ട് നമുക്ക് ഒരു ഫിലിമിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചന ഇവർക്ക് നമ്മൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്നത് പഴയ ഫിലിംസിന് യൂസ് ചെയ്ത ലൈറ്റ്സും അതിൻ്റെ ബോക്സസും, അതായത് നമ്മൾ റീൽ മറ്റേതെല്ലാം വെക്കുന്ന ബോക്സസ്, ഫിലിം റീൽസൊക്കെ വെക്കുന്ന ബോക്സ് എല്ലാമാണ്. ഈ നേരെ കാണുന്ന വാതിലിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറേണ്ടത്. ഇഷ്ടംപോലെ ജനങ്ങളാണ് ഇത് കാണാൻ. അങ്ങനെ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുന്നു. ഈ സ്ക്രീനിലാണ് പല കാര്യങ്ങളും ഇനി കാണാൻ പോകുന്നത്, എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്.
ഇദ്ദേഹം വളരെ പ്രമുഖ ഡയറക്ടർ സ്റ്റീഫൻ സ്പീൽസ്ബർഗ് ആണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിക്കുന്നു. സിംഗപ്പൂരിയൻ ഭാഷയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം സംസാരിക്കുന്ന പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിലാണ്. സിനിമയുടെ പല കാര്യങ്ങളും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അറിയാലോ, അദ്ദേഹം ജുറാസിക് പാർക്ക് എന്നുള്ള പടങ്ങളുടെ എല്ലാം സംവിധായകനാണ്. ലോകമെമ്പാടും വളരെ കൂടുതൽ ഹിറ്റായൊരു പടമാണ് ജുറാസിക് പാർക്ക്. അപ്പോൾ അതിൻ്റെ എല്ലാം മേക്കിങ്ങും കാര്യങ്ങളും എല്ലാത്തിൻ്റെയും ഒരു ചെറിയൊരു രൂപരേഖ അദ്ദേഹം പറഞ്ഞു തന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത ഒരു ഏരിയയിലേക്ക് പോവുകയാണ്. അവിടെയും ഇതേപോലെ തന്നെ സിനിമയുടെ വേറെ പല രീതിയിലുള്ള കാര്യങ്ങൾ കാണിക്കാനാണ്. ഇവിടെ ഒരു ലൈവായിട്ട് തന്നെ എങ്ങനെ ഒരു ചെറിയൊരു വെള്ളപ്പൊക്കം വരുന്നതും ബോട്ട് അവിടെ നിന്ന് മാറുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു ലൈവ് ഷോ വളരെ മനോഹരമായിട്ട് തന്നെ അവർ ഒരുക്കി വെച്ചിരിക്കുന്നു. നമുക്ക് കാണാം. This is the emergency broadcast system. The hurricane is now Category 5. Stay away from all windows and extinguish all flames. Repeat, extinguish all flames. The authorities have the situation under control. That's the cut. All right, let's reset. Everything goes back to one. അങ്ങനെ ആ ഷോ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കത്തീഡ്രൽ മോഡലുള്ള ആ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. വീണ്ടും പലരും ഫോട്ടോയും വീഡിയോസും എല്ലാം അതിന് മുമ്പിൽ നടക്കുന്നു. നമ്മളതിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. തെളിയിച്ച ഒരു സിസ്റ്റമായിട്ടാണ് ഇത് മാറുന്നത്. ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിലും നമുക്ക് കാണാം ഇവിടെ മുഴുവൻ റൈഡ്സും കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ളത്. ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഇത് കാണാം. ട്രാൻസ്ഫോമർ റൈഡ് ഉണ്ട് ഇവിടെ. നടക്കുമ്പോൾ കാണുന്ന ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞ ഭയങ്കര പ്രശസ്തമായ സിനിമയുടെ ഒരു ഭാഗത്തിൻ്റെ സെറ്റിലേക്കാണ്. അതിൻ്റെ അടുത്ത് തന്നെ പല രീതിയിലുള്ള റൈഡ്സ് ഉണ്ട്. അതിലേക്കെല്ലാം ആളുകൾ ഇഷ്ടംപോലെ കയറുന്നുണ്ട്. ഓരോ റൈഡിനും ഓരോ സമയങ്ങളാണ്. ആ സമയത്തിനനുസരിച്ച് വേണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ. ഇതാണ് ഒരു റൈഡ്. ഇങ്ങനെ പല രീതിയിലുള്ള പാളങ്ങളിലൂടെ ഇതിങ്ങനെ പോകും. തല കീഴായിട്ടൊക്കെയാണ് ഇത് പോകുന്നത്. ഞാനതിൽ കയറാൻ ശ്രമിച്ചില്ല, കാരണം എൻ്റെ ക്യാമറ ഷൂട്ടിംഗ് എല്ലാം കൂടി അതിൽ നടക്കില്ല. ഇതൊരു സൈഫൈ ഏരിയയാണ്. അതുകൊണ്ട് ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഒരു രൂപം എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. സയൻസ് ഫിക്ഷൻ്റെ എല്ലാ രീതിയിലുള്ള ഒരു സ്ഥലമാണ് അവിടെ. പലരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക എല്ലാം ചെയ്യുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ റൈഡും നടക്കുന്നത്. ഇതൊരു ഫാമിലി മൊത്തം ഒരു ട്രാൻസ്ഫോമർ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് പല പൊസിഷനിൽ നിന്ന് വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, ഫോട്ടോ എടുത്ത് കൊടുക്കും. പൈസ കൊടുത്താൽ അവർ ആ ഫോട്ടോ തരും ചെയ്യും.
ഇത് മൂവിങ് കപ്പ് എന്ന് പറയുന്ന വേറൊരു സാധനമാണ്. അതിൽ കയറിയിരുന്ന് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകും. ഇങ്ങനെ പല റൈഡുകൾ, അതായത് കുട്ടികളെ ആകർഷിക്കാനും മുതിർന്നവരെ ആകർഷിക്കാനും ഒക്കെ ഉള്ള സാഹസികമായുള്ള പല രീതിയിലുള്ള റൈഡ്സ് ഉണ്ട്. ഈ മുകളിൽ വെച്ചിരിക്കുന്ന ഈ റൈഡിൻ്റെ താഴെ ചെറുതായിട്ടൊരു വലയെല്ലാം കെട്ടിയിരിക്കുന്നു. അഥവാ എന്തെങ്കിലും വന്നാലും ആ വലയിലേക്ക് ആൾ വീണാൽ രക്ഷപ്പെടാമെന്ന രീതിയിലാണ്. എങ്കിലും പൊതുവെ ഇവിടെ അങ്ങനെ വലിയ അപകടങ്ങളും മറ്റൊന്നും നടക്കാൻ സാധ്യതയില്ലാത്ത, അതായത് നടന്നതായിട്ട് അധികം കേൾക്കാത്തൊരു സ്ഥലമാണ്. വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തും വൃത്തിയോടുകൂടിയും ഒക്കെയാണ് ഇവിടെ പരിപാലിച്ചു കൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഈജിപ്ഷ്യൻ മമ്മീസിൻ്റെ ഒരു സ്ഥലത്താണ്. ഈജിപ്തിലെ മമ്മീസിനെ പോലെ പല രൂപങ്ങളും ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഗാലറിയിലുള്ള ടൈമിംഗ് ആണ്. ഇത്രയും വലിയ ബിൽഡിംഗ് ആണത് എന്ന് പറഞ്ഞത്. അത് നോക്കാം, കാണാൻ എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ ഓരോ മമ്മീസിൻ്റെ ചെറിയ ചെറിയ നിർമ്മിതികളുണ്ട്. ഈജിപ്ഷ്യൻ അതും ഒരു റൈഡാണെന്നാണ് പറഞ്ഞത്. നമ്മൾ അതിലേക്ക് നോക്കുന്നില്ല. നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവിടെ വീണ്ടും പ്രസൻറ്റേഷൻ ഒക്കെ പറഞ്ഞിട്ട് ഓരോരോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെയാണ്. ഉള്ളിലേക്ക് കയറി അങ്ങനെ പോയി നോക്കാം എന്താണെന്ന്. സൊവനീർ ഷോപ്സ് ആണ്. എക്സിറ്റാണ്. തിരിച്ചു വരുന്നതിൻ്റെ എക്സിറ്റ് ആയിരുന്നു. റൈഡ് കഴിഞ്ഞിട്ട് വേറൊരു റൈഡാണ് ഇവിടെ. മമ്മീസിൻ്റെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതാ നമുക്ക് കാണാം, ഒരു ജീപ്പ് കയറി ഓട്ടോമാറ്റിക്കായിട്ട് ജീപ്പ് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ ഈ പോകുന്ന പാളത്തിലൂടെ ഇങ്ങനെ പോകാം. അത് കണ്ടപ്പോൾ നല്ലൊരു കൗതുകം തോന്നി. ഞാൻ അതിലൊന്ന് കയറാമെന്ന് തന്നെ തീരുമാനിച്ചു. അവിടെയും നല്ല വലിയ ജനത്തിരക്ക് തന്നെയാണ്. കുറച്ച് നേരം ക്യൂവിൽ കാത്തു നിൽക്കേണ്ടി വന്നു. പിന്നെ ഞാൻ എനിക്ക് കിട്ടിയൊരു ജീപ്പിൽ കയറി. ഇതാണ് അതിൻ്റെ കാഴ്ച. ജീപ്പിൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ പോകാം. കുട്ടികൾക്കൊക്കെ വളരെ കൗതുകമായിട്ട് ഇരിക്കുന്നൊരു കാര്യമാണിത്. ചെറിയൊരു പാലമുണ്ട്. അതിലൂടെ ഇങ്ങനെ കടന്ന് നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. വലിയൊരു സാഹസത്വം ഒന്നും ഇല്ലാത്തൊരു റൈഡാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സുഖമായിട്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാനും പറ്റി. അവിടെ എത്തുമ്പോൾ ഒരു ആളുണ്ട്, ഒരു ലേഡി, നമ്മളെ അവിടെ നിന്ന് ഇറക്കാനുമല്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ലോസ്റ്റ് പാർക്ക് അല്ലെങ്കിൽ ലോസ്റ്റ് വേൾഡ് എന്ന് പറയുന്ന ജുറാസിക് പാർക്കിൻ്റെ ഒരു ഏരിയയിലേക്കാണ്. ഇവിടെ ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ വലിയൊരു ബോർഡ് വെച്ച വലിയൊരു കവാടത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിനി കയറുന്നത്. എവിടെയും കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡും മറ്റുമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാ ജുറാസിക് പാർക്കിലെ ആ പക്ഷിയുടെ രൂപത്തിലുള്ള റൈഡുകൾ. പല രീതിയിലുള്ള റൈഡ്സ് ഉണ്ട് ഇവിടെ. നല്ല കൗതുകമായിട്ട് ഏതൊരു പ്രായത്തിലുള്ള ആൾക്കാർക്കും പറ്റുന്ന റൈഡുകൾ. ഇതാ ഇങ്ങനെയുള്ളൊരു റൈഡും ഉണ്ട്. ഇതിലിരുന്ന് ആൾക്കാർക്ക് അങ്ങനെ പോകാം. അങ്ങനെ നടന്ന് ഞാനൊരു സ്ഥലത്തെത്തിയപ്പോൾ ജുറാസിക് പാർക്കിലെ ഒരു സീൻ പോലെ മുട്ടയെല്ലാം വിരിഞ്ഞ് ഒരു ഡൈനോസർ പുറത്തേക്ക് വരാൻ തക്കത്തിൽ നിൽക്കുന്നു. വേറൊരു സ്ഥലത്ത് വെള്ളത്തിലിരുന്ന ആൾക്കാർ ഇതാ വാട്ടർ
അഡ്വഞ്ചേഴ്സ് എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള പല ടൈപ്പ് സാധനങ്ങളുണ്ട് ഇവിടെ. പലരും എൻ്റെ ക്യാമറ കണ്ട് കൈകൊണ്ടൊക്കെ ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നേരെ ചെല്ലുന്നൊരു സുവനീർ ഷോപ്പിലേക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു സുവനീർ ഷോപ്പ്. പല ഡൈനോസറിൻ്റെയും പല ജുറാസിക് പാർക്കിൻ്റെയും ഒക്കെയുള്ള ടീഷർട്ട്സും മറ്റും എല്ലാം ഉണ്ട് ഇവിടെ. നിങ്ങൾക്കതെല്ലാം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ശരിക്കും നമ്മളൊരു ജുറാസിക് പാർക്കിൽ എത്തിയ പോലെ ഒരു ഫീൽ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്കുണ്ടാകുന്നു. ഇങ്ങനെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് ഇവിടെ, ഡിസ്കവറി ഫുഡ് കോർട്ട്. ഡൈനോസറിൻ്റെ സ്ട്രക്ചർ ഇവിടെ ഉണ്ട്. ടോക്കൺ എടുക്കാം, ഫുഡ് ഓർഡർ ചെയ്യാം, ഫുഡ് കഴിക്കാം. സ്പേഷ്യസ് ആണ്, തണുപ്പുണ്ട്. ഫോട്ടോ എടുക്കുന്നു. ഇങ്ങനെ ജുറാസിക് പാർക്കിൻ്റെ ആ കാഴ്ചകൾക്ക് ശേഷം ഞാൻ നേരെ എത്തിയിരിക്കുന്നത് മറ്റൊരു ഏരിയയിലേക്കാണ്. ഇവിടെയും സിൻഡ്രല്ല അങ്ങനെയൊക്കെയുള്ള പോലത്തെ പല ക്യാരക്ടേഴ്സിൻ്റെ ഒരു സ്ഥലം പോലെ വളരെ വെള്ള പൂശിയ ബിൽഡിങ്ങുകളും മറ്റുമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ നേരെ കാണുന്നതാണ് പുസ് ബൂട്ടീസ് ജയൻറ്റ് ജേണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈഡ്. ഇത് ഒരു സിനിമയിലെ ക്യാരക്ടറാണ്, ഒരു പൂച്ചയുടെ ക്യാരക്ടറാണ് പുസ് ബൂട്ടി എന്ന് പറയുന്നത്. അതിൻ്റെ ചുറ്റുവശമുള്ള ബിൽഡിങ്ങുകളും മറ്റുമെല്ലാം വളരെ രസകരമായിട്ട് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു ഷോയിലേക്ക് കയറാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു ഡോങ്കി ഷോ. അതായത് ഡോങ്കി വന്ന്, അതായത് ഒരു കഴുത വന്ന് നമ്മളോട് സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുന്ന പലരോടും പല കാര്യങ്ങൾ ചോദിക്കുകയും അങ്ങനെ രസകരമായിട്ട് കുട്ടികളെ രസിപ്പിക്കാനുള്ളൊരു കാര്യം. അപ്പോൾ ഒരു ഷോയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇവിടെ ആദ്യം തന്നെ അവർ പല ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ പറയും. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, വീഡിയോസൊക്കെ എടുക്കാൻ പാടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളുടെ പല കാര്യങ്ങളും അവരത് പറയും. ഈ ലേഡിയാണ് ഇവിടെ വന്നിട്ട് ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നത്. ഈ ഡോങ്കിയുടെ കൂടെ, അതായത് കഴുതയുടെ കൂടെ നിന്ന്, കഴുത മാത്രമല്ല ഈ ലേഡിയും കൂടി അതിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചിരിക്കാനുള്ള വകകളെല്ലാം ഉണ്ടാക്കി തരുന്നതാണ്. നമുക്ക് ആ ഷോയിലേക്ക് പോകാം. അതിൻ്റെ ഷോയിലേക്ക് പോകേണ്ട വേറൊരു വഴിയാണത്. ഇഷ്ടംപോലെ ജനങ്ങളുണ്ട് ഈ ഷോ കാണാൻ. ഇതാണ് ആ ഷോ. That throat singing, you know. Yes, Yeah. cool throat singing. All right. Gregorian chant, So, yeah. Danny, first thing, you gonna stick your hand out towards the audience like that? Yeah, there we go. Count of three. We're gonna into the microphone. Okay, ready? 1, 2, 3. Whoa. Okay. That was not me, Raz. That was coming. ടീഷർട്ട് കാര്യങ്ങൾ തൊപ്പി കണ്ട് ഷർട്ടിൻ്റെ അങ്ങനെ ഡോങ്കി ഷോ കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും ഒരു സുവനീർ ഷോപ്പിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഏതൊരു രാജ്യത്തെയും പോലെയും ഏതെങ്കിലും ഒരു വലിയ ഷോയോ എന്തെങ്കിലും കഴിഞ്ഞാൽ നേരെ അവരെ ഓപ്പണിംഗ് വരുന്നത് ഒരു സുവനീർ ഷോപ്പിലേക്കായിരിക്കും. അതും കച്ചവടത്തിൻ്റെ ഒരു ഭാഗം. ഇവിടെയും ഡ്രാഗണിൻ്റെ എല്ലാം പല രീതിയിലുള്ള രൂപങ്ങളും മറ്റും വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും എൻ്റെ നടത്തം തുടർന്നു. അത്യാവശ്യം നല്ല വെയിലാണ് ഇപ്പോൾ ഉള്ളത്.
ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് തന്നെ വെയിലും മഴയും രണ്ടും ഒരുമിച്ചാണ്. മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കുട എടുക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് വെയിൽ വരിക. തിരിച്ച് ഇവിടുന്ന് പൊതുവേ ഒരു ഐലൻഡുകളുടെ പ്രതീകമാണ് ഇങ്ങനെ ഒരു സംഭവം. ഇവിടെ ഷ്രക്ക് എന്ന് പറഞ്ഞിട്ട് വളരെ പ്രസിദ്ധമായ കാർട്ടൂൺ ക്യാരക്ടറിൻ്റെ ഒരു ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനും ആ ഷോൻ്റെ ഉള്ളിലേക്കൊന്ന് പോവുകയാണ്. എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇതിൻ്റെ ഉള്ളിലുള്ളത് കഴിയാൻ പോവുകയാണ്. അതിൻ്റെ ഉള്ളിൽ എനിക്ക് കുറച്ചും കൂടി ഷൂട്ട് ചെയ്തിട്ട് വേണം ഇവിടുന്ന് സീ അക്വേറിയത്തിലേക്ക് പോകാൻ. കാരണം ഇന്നൊരു ദിവസം മൊത്തം യൂണിവേഴ്സൽ സ്റ്റുഡിയോസും സീ അക്വേറിയമാണ് എനിക്കുള്ളത്. അത് രണ്ടും സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ ഓരോരോ ടൈമിങ്ങിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. ഇതാണ് ആ ഷ്രക്കിൻ്റെ തുടക്കം മുതലുള്ള ഷോൻ്റെ ഒരു ഇത്. നമുക്ക് ആ ഷോയിലേക്ക് പോകാം. Once upon a time, there lived a frightful ogre named Shrek. He lived alone in his swamp, far from those who would judge him by appearance, rather than what lay with those who would judge him by appearance. ഷോ ആയിരുന്നു കഴിഞ്ഞ് നമ്മൾ പുറത്ത് കയറണം. നല്ല വെയിലാണ്. നമ്മൾ ആ ഷ്രെക്കിൻ്റെ ഷോ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ പലരും പല പോസിലുമാണ് ഇവിടെ ഫോട്ടോ എടുക്കുന്നത്. എല്ലാവർക്കും ആഘോഷിക്കാനായിട്ടുള്ളൊരു കേന്ദ്രം, അതാണ് ശരിക്കും യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ക്യാമറ കൊണ്ടും വീഡിയോനും കൊണ്ടും എത്ര എടുത്താലും ആൾക്കാർക്ക് മതിവരാത്ത രീതിയിലാണ് ഇവിടെ പലതും ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ നടത്തം തുടർന്ന് പല വഴിയിലൂടെ, ഇതിവിടെ ശരിക്കും വഴി അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയെടുക്കാൻ മാത്രം ആരുമില്ല. നമ്മൾ തന്നെ വഴി കണ്ടുപിടിക്കുക, നമ്മൾ തന്നെ പോവുക. കാരണം ഇതൊരു വലിയൊരു സ്ഥലമാണ്. ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ ഈ ഒരു പാർക്ക് കണ്ട് തീരാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം വേണം. പക്ഷേ നമുക്ക് അത്രയും സമയമില്ല. ഇവിടെ നിന്നുകൊണ്ട് വീണ്ടും ഈ റൈഡുകളും മറ്റും നമുക്ക് കാണാൻ പറ്റും. ഞാനവിടെ നിൽക്കുമ്പോൾ ഈ റൈഡിൽ കയറി ഇരിക്കുന്ന ആൾക്കാർ വെറുതെ ഇരിക്കുകയല്ല, അത്രയും നല്ല ശബ്ദത്തിൽ അവർ പലതും ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ സ്റ്റോറാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറി. ഇവിടെ പല രീതിയിലുള്ള അവരുടെ പല കാര്യങ്ങളും സാധനങ്ങളും സുവനീർ കാര്യങ്ങളും എല്ലാം ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നു. മറ്റൊരു സുവനീർ ഷോപ്പ് അതാണിത്. ആൾക്കാർ പലരും പലതും മേടിക്കുന്നുമുണ്ട്. ഞാൻ പൊതുവേ പുറത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ മേടിക്കുന്ന ഒരു സ്വഭാവമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ അടുത്ത ഷൂട്ടിലേക്ക് പോകാമെന്നല്ലാതെ വേറെ ഒന്നുമില്ല. തിരിച്ച് നമ്മൾ ഹോളിവുഡിൻ്റെ നമ്മൾ നേരത്തെ കണ്ട അതേ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പുറത്തു കിടക്കാം. അതാണ് നമ്മുടെ ഏരിയ. ഇതിലൂടെ നമ്മൾ പുറത്തേക്ക് കിടക്കുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ മാത്രമാണ് ടിക്കറ്റ് ഇട്ട് കയറേണ്ടത്. പുറത്തേക്ക് കിടക്കുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. അയാൾ അവിടെ നിന്നിരുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞത് വേറൊന്നുമല്ല, വൺസ് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് കയറാൻ പറ്റില്ല, പുതിയ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും കാണുന്ന കാഴ്ച ആ ഗ്ലോബ് തന്നെയാണ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ മനോഹരമായ ഗ്ലോബ്. അതിൻ്റെ മുമ്പിൽ നിന്ന് പലരും പല രീതിയിലുള്ള ഫോട്ടോസ് എടുക്കുന്നു. പിന്നെ ഞാൻ കയറിയത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫുഡ് സ്ട്രീറ്റ് പോലെ ഇവരുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. മലേഷ്യൻ ഫുഡ്സും ചൈനീസ് ഫുഡ്സും സിംഗപ്പൂരിയൻ തനതായുള്ള ഫുഡ്സും ഒക്കെയുള്ള ഒരു വലിയ ഫുഡ് സ്ട്രീറ്റ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും കുറച്ച് ലഘുഭക്ഷണം കഴിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണ്. അവിടുന്ന് ചെറുതായി ഭക്ഷണം കഴിച്ച ശേഷം വീണ്ടും ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഞാൻ നേരെ പോകുന്ന സീ അക്വേറിയത്തിൻ്റെ ഏരിയയിലേക്കാണ്. ഇതവിടെ എഴുതി വെച്ചിരിക്കുന്നു, വെൽക്കം ടു സീ അക്വേറിയം. അവിടേക്കാണ് ഇനി നമ്മളുടെ യാത്ര. കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. ഞാൻ അബുദാബി പോയപ്പോഴും ഏകദേശം നല്ലൊരു അക്വേറിയം ഇതായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതേപോലെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ലൈറ്റിംഗ്
ഇതാണ് സീ അക്വേറിയത്തിലേക്ക് നമ്മൾ പോകുന്ന വഴി. ഇവിടെ തന്നെ പല ലൈറ്റുകളും എല്ലാം വെച്ച് വളരെ മനോഹരമായിട്ട് തന്നെയാണ് അവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. സെക്യൂരിറ്റീസ് ഉണ്ട്, അവർ നമുക്ക് വഴി കാണിച്ചു തരും എങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങനെ ഒരു എസ്കലേറ്റർ വഴി താഴേക്കാണ് ആദ്യം ഞാൻ പോയത്. ഇവിടെ എത്തുമ്പോൾ തന്നെ സീ അക്വേറിയം എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതി വെച്ചിട്ടുമുണ്ട്. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ പല തരത്തിലുള്ള മത്സ്യങ്ങളുടെ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ കയറുന്നത്. നമ്മുടെ തലയുടെ മുകളിലൂടെയും സൈഡിലൂടെയും എല്ലാ മത്സ്യങ്ങളും ഇങ്ങനെ പോകും. പല രൂപത്തിലുള്ള, ഇതുവരെ കാണാത്ത രീതിയിലുള്ള പല മത്സ്യങ്ങൾ. ഇത് സ്ട്രിംഗ്, അത് പോകുന്നു. വേറെ പല കളറുകളിലുള്ള മത്സ്യങ്ങൾ. അങ്ങനെ അത് വീണ്ടും ഞാൻ മുന്നോട്ടേക്കുള്ള യാത്ര തുടർന്നു. വളരെ ഡിമ്മായ ലൈറ്റ് വെച്ചിട്ട് വളരെ മനോഹരമായ രീതിയിൽ ഇവരിവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. എന്താ ഇവിടെ ഇങ്ങനെ ഒരു കൂട്ടരെ കാണാം. ഞാനങ്ങനെ പോവേ ഒരു ചെറിയൊരു കുട്ടി ഒരു പാവക്കുട്ടിയായി കളിച്ചുകൊണ്ടിരിക്കുന്നൊരു കൗതുകമായൊരു കാഴ്ച അത് ഞാനിങ്ങനെ ക്യാമറയിൽ പകർത്തി. അമ്മ അടുത്ത് തന്നെ ഉണ്ട്. അമ്മയും അത് ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടിയുടെ കളി. അങ്ങനെ വീണ്ടും നമ്മളെ യാത്ര അക്വേറിയത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. എത്ര ടൈപ്പ് മത്സ്യങ്ങളുണ്ടെന്ന് ശരിക്കും എനിക്കറിയില്ല. പക്ഷേ ഓരോ മത്സ്യത്തിനും ഓരോ ഭംഗി. ഓരോ മത്സ്യവും അത്രയും മനോഹരമായിട്ട് ഇവർ പരിപാലിച്ചു കൊണ്ട് നടക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു കാര്യമാണ്. കാരണം ഇതൊരു ചെറിയൊരു സ്ഥലമല്ല, ഇത് ഇത്രയും വലിയൊരു അക്വേറിയമാണ്. അവിടെ ഇത്രയും നല്ല നല്ല മത്സ്യങ്ങളെ ഇവർ വളരെ മനോഹരമായിട്ടും വളരെ നല്ല രീതിയിലും വളരെ നല്ല വെള്ളങ്ങൾ, അതായത് അവർ നീന്തി തുടിക്കുന്ന ആ വെള്ളം വളരെ നല്ല രീതിയിൽ ശുദ്ധീകരിച്ചും എല്ലാം വീണ്ടും വീണ്ടും അവരെ പരിപാലിച്ചു കൊണ്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
ഇവിടെ ഇങ്ങനത്തെ കുറേ ജെല്ലി ഫിഷസിൻ്റെ ഒരു അക്വേറിയം കൂടിയുണ്ട്. ഫിഷിൻ്റെ കുറേ പല ടൈപ്പ് ഫിഷസിൻ്റെയും ഒരു ചെറിയ മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് തിരിയുമ്പോൾ വലിയൊരു അങ്ങനെ നടന്ന് ഞാൻ എത്തിയത് വലിയൊരു ചില്ലിൻ്റെ ഉള്ളിൽ മത്സ്യങ്ങൾ, ഒന്നോ രണ്ടോ ടൈപ്പ് ഓഫ് മത്സ്യങ്ങളല്ല, അതിൽ ഒന്നോ രണ്ടോ രീതിയിലുള്ള മത്സ്യങ്ങളുമല്ല, പല വിചിത്രമായ പലതും നമ്മൾ കാണാത്ത രീതിയിലുള്ള പല മത്സ്യങ്ങളും. അതിൽ ഷാർക്കുണ്ട്, വേറെ പല മത്സ്യങ്ങളും ഉണ്ട്. എല്ലാം ഒരേ ഒരു വലിയൊരു ചില്ലിൻകൂട്ടിൻ്റെ ഉള്ളിൽ. അതാണിപ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ച. ഇത് ഞാൻ പല അക്വേറിയത്തിൽ പോയിട്ടുണ്ടെങ്കിലും ഞാൻ എങ്ങനെ കണ്ടിട്ടില്ല. ഒരൊറ്റ ചില്ലിൻകൂട്ടിനുള്ളിൽ എല്ലാ മത്സ്യങ്ങളും ഒരേപോലെ നീന്തി തുടിക്കുന്നു. വലിയൊരു ഏരിയ തന്നെ അവർക്കായിട്ട് ഒരുക്കി മാറ്റി വെച്ചിരിക്കുന്നു. അതും അക്വേറിയത്തിൻ്റെ പല അക്വേറിയം ചെറിയ ചെറിയ ഇതുണ്ടെങ്കിലും ഇവിടെയാണ് ഞാൻ കണ്ടത് ഏറ്റവും വലിയ ഒരു ചില്ലിക്കൂട്. അത് ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലെല്ലാം ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. ദൂരെ നിന്നും അടുത്തു നിന്നുള്ള എല്ലാം പല ഷോട്ട്സും ഞാൻ എടുത്തു. അതിലെ ഏറ്റവും മികച്ച ഷോട്ടുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പല കളറിലുള്ള മത്സ്യങ്ങളും ഇവിടെ കാണാം. ശരിക്കും ഇവിടുത്തെ സിംഗപ്പൂരിലൊരു അക്വേറിയത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി എവിടെ പോയാലും അക്വേറിയം കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയൊരു രസമായിട്ട് തോന്നുമെന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ അത്രയും വിചിത്രമായും അത്രയും രസമുള്ള രീതിയിലുള്ള മത്സ്യങ്ങളാണ്. ഇവിടെ സീ ഹോഴ്സ് എന്ന് പറഞ്ഞ മത്സ്യം, കടൽക്കുതിര എന്ന് മലയാളത്തിൽ പറയും, അത് നീന്തി തുടിക്കുന്നു. അതിൻ്റെ പല വർണ്ണ വിവേചനങ്ങളുള്ള കടൽക്കുതിരകളും ഇവിടെയുണ്ട്. ചിറകുള്ള വേറെ
അങ്ങനെ നടന്ന് ഞാനൊരു ഭാഗത്തെത്തുമ്പോൾ സ്രാവുകൾ മാത്രമുള്ള ഒരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. പല സ്രാവുകളും ഇതിലൂടെ നീന്തി തുടിച്ച് കളിക്കുന്നു. ഇതിൽ ചിലത് നീല നിറമുള്ളതാണ്, ചിലത് വെള്ള നിറമുള്ളതാണ്. അങ്ങനെ പല രൂപത്തിലുള്ള സ്രാവുകൾ. വേറെ സ്ഥലത്തെത്തുമ്പോൾ വീണ്ടും നമ്മൾ കണ്ട് കഴിഞ്ഞ കുറേ മത്സ്യങ്ങൾ. ഇവിടെ വന്നാൽ ശരിക്കും മത്സ്യങ്ങൾ കണ്ട് ശരിക്കും നമ്മൾ മടുക്കും. അങ്ങനെ ഞാൻ ആ കാഴ്ചകളെല്ലാം ചിത്രീകരിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇനി നേരെ ഞാൻ പോകുന്നത് നമ്മുടെ ഡ്രൈവറെ വെയിറ്റ് ചെയ്ത് നിൽക്കാനാണ്. അദ്ദേഹം ഒരു കാറുമായി വരും, ഒരു ഡ്രൈവർ. പോകുന്ന വഴിയിലുള്ള മറ്റു കാഴ്ചകളാണ് ഇതെല്ലാം. ഇതൊരു റിസോർട്ടിൻ്റെ ഒരു പരസ്യം എന്ന രീതിയിൽ അവിടെ അവർ കൊടുത്തിരിക്കുന്നതാണ്. റിസോർട്ട് വേൾഡ് സെൻറ്റോസ എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം ന്യൂ ഇയറിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള അലങ്കാരങ്ങളാവാം. എങ്കിലും ഒരു ഈ സ്ഥലം, ചെറിയൊരു സ്ഥലം കിട്ടിയാൽ പോലും അത് എത്ര ഭംഗിയായിട്ട് ഒരുക്കി വയ്ക്കാമെന്ന് സിംഗപ്പൂർ കാണിക്കുകയാണ്. അതെല്ലാം കണ്ടു നിൽക്കെ എൻ്റെ ഡ്രൈവർ എത്തി. ഇന്നത്തെ കാഴ്ചകളെല്ലാം എൻ്റെ ക്യാമറയിൽ ഒതുക്കി ഇനി ഞാൻ നേരെ എൻ്റെ ഹോട്ടലിലേക്കുള്ള യാത്ര. തിരിച്ച് ഇനി ഹോട്ടലിൽ ചെന്ന് നാളെയാണ് ഞാൻ തിരിച്ചു പോകുന്നത്. എല്ലാം പാക്ക് ചെയ്ത് നാളത്തെ യാത്രയെ ആലോചിച്ചുകൊണ്ട് ഇന്നത്തെ യാത്ര നിർത്തുന്നു.